മൊബൈലാണെങ്കിൽ അലീന ചെയ്യുന്ന പ്രവൃത്തി സ്റ്റാലിന് വളരെയധികം വേദനയും ദേഷ്യവുമാണ് നൽകുന്നത് എന്ന് കാണാം. സത്യം പറഞ്ഞാൽ സ്റ്റാലിനാണെങ്കിൽ അലീനയോട് കയർക്കാനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റാലിൻ്റെ മനസ്സിൽ മിന്നിമറയുകയാണ്. അലീനയെ ഒന്ന് വേദനിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ കോടതി കയറ്റുമെന്ന് പറഞ്ഞ കാര്യം സ്റ്റാലിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കൊണ്ട് തന്നെ അലീനയോടൊന്നും പറയാനായിട്ട് ഒരുങ്ങുന്നില്ല. തുടർന്ന് സ്റ്റാലിൻ അലീനയോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ചില രീതിയുണ്ട്, അത് ഫോളോ ചെയ്ത് പോവാനാണ് എനിക്കും ആഗ്രഹം. എൻ്റെ മകളും അങ്ങനെ തന്നെ പോകണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇത് എനിക്കൊരു തെറ്റായ പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല എന്ന് അലീന ഉറക്കെ സ്റ്റാലിനോട് പറയുകയാണ്. ആദ്യമായിട്ട് കേണൽ സാറിന് നേരെ ശബ്ദമുയർത്തുന്ന ഒരാളായി ആ സമയം അലീന മാറുകയാണ്. വേലക്കാർ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്, പരിഭ്രമിക്കുന്നുണ്ട് എന്ന് കാണാം. എന്നിരുന്നാലും അവരുടെ മുമ്പിൽ വെച്ച് അലീന പറയുന്നുണ്ട്, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ആശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൈകടത്താനായിട്ട് ആർക്കും അധികാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല. ഭക്ഷണം പാഴാക്കുന്നതും ശരിയല്ല എന്ന് പറയുന്നു. ആവശ്യമില്ലാതെ ഭക്ഷണം കളഞ്ഞാൽ ദൈവം പൊറുക്കില്ല എന്നും പറയുന്നു. ഇതുപോലും ലഭിക്കാതിരുന്ന അവസരങ്ങൾ തനിക്കുണ്ടായിരുന്നു എന്നും അലീന വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിന് താൻ ഇത്രയധികം പ്രാധാന്യവും മൂല്യവും നൽകുന്നതെന്ന് അലീന അവർക്കെല്ലാവർക്കും മുൻപിൽ വെച്ച് സ്റ്റാലിൻ്റെ മുഖത്ത് നോക്കി തുറന്നു പറയുന്നു. ഇതേ സമയം അലീനയുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കാനേ സ്റ്റാലിന് കഴിയുന്നുള്ളൂ. പലതും എനിക്ക് പഠിക്കാനുണ്ടെന്ന് സ്റ്റാലിൻ മനസ്സിലാക്കുകയാണ്. തൻ്റെ ചില തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോയി എന്ന് അലീനയിൽ നിന്നും മനസ്സിലാക്കുന്നു. കൂടാതെ എല്ലാവർക്കും സ്നേഹവും അവരുടേതായ ആശയവുമുണ്ടെന്ന് സ്റ്റാലിൻ തിരിച്ചറിയുന്നു. തൻ്റെ ആശയം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും സ്റ്റാലിൻ മനസ്സിലാക്കുന്നു. ഒടുവിൽ സ്റ്റാലിൻ അടിമുട്ടി അലീനയുടെ നിർദ്ദേശപ്രകാരം മാറാനായിട്ട് പോവുകയാണ് എന്നും കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ